ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പിയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഉച്ചയാവാറായി കേട്ടോ. 11:30-12 മണി ആവാറായി. അപ്പോഴത്തേക്ക് രാവിലത്തെ നമ്മുടെ കാപ്പിക്കുള്ളതും കുറേ നമ്മൾ ചെയ്താലും തീരാത്ത ഒരു പണിയാണ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ വീട്ടിൽ എത്ര തവണയായി പാത്രം കഴുകുന്നതല്ലേ. അപ്പോൾ രാവിലെ എടുത്ത ചായ ഇട്ടതും എന്താ പറയുന്നത് അങ്ങനെയുള്ള കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ മാസമൊക്കെ അവസാനമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ മെയിനായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ടിന്നുകളൊക്കെ കാലിയാവും. അപ്പോൾ ഞാൻ തീരുന്നതനുസരിച്ചാണ് കഴുകി അന്നേരം, അല്ലാതെ മൊത്തവും കൂടെ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടിട്ട് കഴുകാനായിട്ട് നിൽക്കുന്നില്ല. ഏത് സാധനം തീരുന്നോ അത് ഒരു മാസം മാസം ഞാൻ കഴുകി അങ്ങ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അടുത്ത സാധനം നമ്മൾ മേടിക്കുമ്പോൾ ഇടത്തുള്ളൂ. അപ്പോൾ പഞ്ചാര ടിന്നൊക്കെ കാലിയായി. അതൊക്കെ കഴുകി അങ്ങോട്ട് വെള്ളം ഒഴിച്ചങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനുണ്ടല്ലോ അരിയടപ്പിലിട്ടായിരുന്നു കുക്കറിൽ കേട്ടോ ചോറ് വെക്കാനായിട്ട്. അപ്പോൾ അത് ഏകദേശം ചോറാവാറായി. അപ്പോഴത്തേക്ക് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വലിയൊരു ചടങ്ങോട് കൂടി എന്താ പറയുന്നത്, നമ്മൾ ഉള്ളി വഴട്ടി അങ്ങനെയൊന്നും അല്ല കേട്ടോ, പെട്ടെന്നൊരു ഈസി ആയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാൻ മിക്ക സമയമില്ലാതെ വരുന്ന ടൈമിലെല്ലാം ഞാൻ അങ്ങനെ വെക്കുന്നത്. അതാകുമ്പോൾ കൂടുതൽ നമ്മൾ എണ്ണയും ഉപയോഗിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് എൻ്റെ ചോറൊക്കെ വെന്തു. ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ടു. അപ്പോൾ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഏകദേശം ചതച്ചെടുത്തു. അതിനുശേഷം കുക്കറിനകത്തോട്ട് നമ്മൾ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തേ. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. കാരണം അപ്പൂസിനാണെങ്കിലും ഇങ്ങനെ വെക്കുമ്പോൾ അത് അധികം നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം പറയും പെട്ടെന്ന് വെക്കുന്ന ഇതായതുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കാം എന്ന് പറയും. എല്ലാവർക്കും അതുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ. അതിന് ശേഷം നമ്മുടെ സബോളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. എന്താ പറയുന്നത്, മുളക് പൊടിയും അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചൂടാക്കുക, പച്ചമണം ഒന്നും കളയുന്നില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടു. പിന്നെ നമ്മുടെ ചിക്കൻ മസാല, അതിനു മുമ്പ് കുറച്ച് കുരുമുളകും കൂടി ഇട്ടു കേട്ടോ. കുരുമുളക് പൊടിയും ഇട്ട് പിന്നെ ചിക്കൻ മസാല, പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു. നമ്മുടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട്, അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് വീട്ടിൽ പൊടിച്ചത്. നന്നായിട്ട് കൈകൊണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും പറ്റുന്നത് പോലെ നമ്മളത് കൈകൊണ്ട് തന്നെ ചെയ്താലേ ഓരോ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് എന്താ പറയുന്നത്, കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇടേണ്ടതായിരുന്നു, ഞാനങ്ങ് മറന്നുപോയി. ഞാൻ ഇളക്കിയതിന് ശേഷമാണ് കറിവേപ്പിലയുടെ കാര്യം ഓർത്തത്. പിന്നെ കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഇങ്ങനെ എന്താ പറയുന്നത്, ചിലർക്ക് ചിലപ്പോൾ അറപ്പ് തോന്നുമായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം. നമ്മൾ വൃത്തിയായിട്ട് കൈയൊക്കെ കഴുകിയിട്ടല്ലേ ചെയ്യുന്നത്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില ഇടുന്ന കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം, ഇനിയിപ്പോൾ കൂടുതൽ അങ്ങ് ഇളക്കാൻ നിൽക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നന്നായിട്ട് ഇത് ഇളക്കിയല്ലോ. അതിന് ശേഷം 2 പച്ചമുളക് കൈ എടുത്തുകൊണ്ട് വന്നിട്ട് നടുകയൊന്ന് കീറിയിട്ട് കൊടുക്കണേ. കാരണം പച്ചമുളക് കീറിയിട്ടിട്ട് ഇളക്കാൻ പറ്റിയാലുണ്ടല്ലോ വിവരം അറിയും, നീറിപ്പോഞ്ഞൊന്നും. അത് എരിവുള്ള പച്ചമുളക്. അതിന് ശേഷം നമുക്കൊരു തക്കാളിക്കയും കൂടെ കൈ എടുത്തിട്ട് അതും കൂടെ അതിനകത്തോട്ട് അരിഞ്ഞിടാം. അപ്പോൾ എൻ്റെ കറിവേപ്പിലയൊക്കെ കണ്ടാൽ ഞാൻ ആ ചെറിയ എൻ്റെ പഴയ ഉപ്പ് ഭരണിക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. എന്നാൽ വെച്ചപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വാടാതിരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. വെച്ചപ്പോൾ എന്നാൽ വലിയൊരു ടിന്നിൽ വലിയൊരു കുപ്പിയിലോ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചില്ല കേട്ടോ. ഇത് താഴെ മുട്ടുക, കറിവേപ്പില ആ നിലത്ത് ഇങ്ങനെ മുട്ടുക. നമ്മുടെ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് അത് വെറുതെ കേടാക്കി കളയണ്ടല്ലോ, നമുക്ക് കറിവേപ്പില ആവശ്യമാണല്ലോ. എനിക്കാണെങ്കിൽ കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമനില തെറ്റിയൊരവസ്ഥ. എല്ലാത്തിനും എനിക്ക് തോന്നുന്നു നല്ലതുപോലെ ഇടും. എനിക്കറിയത്തില്ല, കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരിതാണ്. അപ്പം കറിവേപ്പിലയൊക്കെ അങ്ങനെ വെച്ചു. പിന്നെ നമ്മുടെ നന്നായിട്ട് ചിക്കനൊക്കെ ഇളക്കി ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ടാണ് മുളകൊക്കെ കീറിയിട്ട് നമ്മുടെ തക്കാളിക്കൊക്കെ ഇട്ട് കുക്കറിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒത്തിരി ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്. പക്ഷെ ഞാൻ ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചാറ് നമ്മൾ കഷ്ണങ്ങളെക്കാട്ടി കൂടുതൽ ചാറുണ്ടോ എന്ന് ചോദിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറ്
കൂടുതലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ചു. നമ്മൾ പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും. നമ്മൾ ഒരുപാട് വിസിലൊന്നും കൊടുക്കേണ്ട. അറിയാമല്ലോ, ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ എൻ്റെ ഈ കുക്കറിനകത്ത് അധികം വിസിൽ വരാൻ നോക്കി നിൽക്കാറില്ല. ഇങ്ങനെ ഇരച്ച് വരുമ്പോഴത്തേക്കും ഞാൻ നിർത്തും. കാരണം നന്നായിട്ട് അതിലേറ് ഇതായിട്ട് നിൽക്കുന്ന കുക്കറാണ്. അപ്പം അതിന് ശേഷം എന്താ പറയുക, നമ്മൾ പച്ചക്കായ ഉണ്ടായിരുന്നു, വാഴയ്ക്ക. ഞങ്ങൾ വാഴയ്ക്ക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഓരോരുത്തർക്ക് ഓരോന്ന് ഇത് പറയുമല്ലോ, പച്ചക്കായെന്നും വാഴയ്ക്കായെന്നും ഒക്കെ പറയും. അപ്പോൾ ആ 2 വാഴയ്ക്കയും കൂടെ എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ചെത്തി ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലോട്ടിട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് വർത്തമാനവും പറയുന്നുണ്ട്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിള്ളേരവിടെ അടുക്കളയിലോട്ട് വരികയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അരിയുവാണ്. ആകെ എന്താ പറയുന്ന 2 വാഴയ്ക്കായേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ പണി തന്നത് കാരണം നമുക്കൊരു സാധനം കൂടുതൽ മേടിച്ച് വെക്കാൻ മടിയാണ്. കാരണം പെട്ടെന്ന് പച്ചക്കറി ആണെങ്കിലും നമുക്ക് വാടിപ്പോവുമല്ലോ. അപ്പം ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ പോയി അന്നേരം മേടിക്കുകയുള്ളൂ. നമുക്ക് പിന്നെ ഇവിടെ പിന്നെ പച്ചക്കറിക്കൊന്നും അങ്ങനെ മൂടി പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഈ റോഡിൽ കൂടെ ആണെങ്കിലും കൊണ്ടുപോകും. നമ്മുടെ വലിയ പ്രായമുള്ള അമ്മമാരൊക്കെ കൊണ്ടുപോകും. പിന്നെ എന്താ പറയുക, നമ്മുടെ അടുത്ത് തന്നെ പച്ചക്കറി മേടിക്കാനൊക്കെ ഇങ്ങനെ വന്നിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ലല്ലോ. നമുക്ക് ആവശ്യത്തിന് ഇപ്പം എന്താ പറയുന്നത്, അന്നന്ന് കറിക്ക് വേണ്ടിയുള്ളത് ഇവിടെ എല്ലാവരും, അതിപ്പോൾ ഇനി കാശുകാരോ കാശില്ലാത്തവരോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അന്നേരം പോയി മേടിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളേ ഉള്ളൂ പിന്നെ പച്ചക്കറിയൊക്കെ മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവരൊക്കെ അന്നേരം പോയി ഫ്രഷ് ഒരു ദിവസത്തേക്കുള്ളത് അല്ലെങ്കിൽ ഉച്ചക്കത്തേക്ക് മാത്രം ഉള്ളതും അങ്ങനെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 5 രൂപയ്ക്ക് അങ്ങനെയൊക്കെ വന്ന് മേടിച്ചുകൊണ്ടാകുന്നത്. ഇപ്പം എൻ്റെ അവസ്ഥ അത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച് വെറുതെ എന്തിനാ പച്ചക്കറി ചീത്തയാക്കി കളയുന്നതെന്ന് ഓർത്ത് ഫ്രിഡ്ജ് കേടായത് കാരണം ഞാനും അങ്ങനെ ആവശ്യത്തിന് പോയി മേടിക്കുക. അപ്പം അങ്ങനെ ഞാൻ 2-3 കായൊക്കെ മേടിച്ചോളായിരുന്നു. അപ്പോൾ അത് മൊത്തം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാലേ കിടന്ന് പഴുത്ത് പോയാലോ. അപ്പം കായൊക്കെ ഒന്ന് വെള്ളത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം അതൊക്കെ നന്നായിട്ട് 2 വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി എടുത്തു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ച് കണ്ടോ. പാത്രം ഞാനിപ്പം ഒരു ട്രിപ്പ് കഴുകി ഞാൻ, ഒന്നല്ല ഇപ്പം വേണ്ട, അത് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അടുത്ത പാത്രം അവിടെ സിങ്കിൽ നിറഞ്ഞു. അതാണ് അവസ്ഥ. നമ്മൾ എത്ര ചെയ്താലും പാത്രം കഴുകി എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 പ്രാവശ്യം കാണും എനിക്ക് ഇതേമാതിരി പാത്രം ഇത്രയും കൂടുതൽ. ഒന്നെടുത്ത് അങ്ങോട്ടെടുക്കും. കുഞ്ഞൊക്കെ ഉള്ളത് കാരണം അവനൊരു സാധനം എടുക്കുമ്പം ഈ പാത്രം ഒരു പാത്രത്തിൽ കഴിച്ചിട്ട് അതല്ല മറ്റേ പാത്രത്തിൽ അങ്ങനെ പിള്ളേരുള്ളിടത്ത് അങ്ങനെയാണല്ലോ. ചില ദിവസങ്ങളിൽ നമുക്ക് എന്താ പറയുന്നത്, പണി ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള ഒരു മൂഡോ ഇതൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അല്ലേ? എന്താ പറയുക, നമുക്ക് വയ്യാഴികയോ ഒന്നും ആയിരിക്കത്തില്ല. ചില സമയങ്ങളിൽ അങ്ങ് ഇരിക്കും. രാവിലത്തെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ട് ഇന്നെൻ്റെ അതേപോലത്തെ ഒരു ദിവസമായിരുന്നു ഇത് കേട്ടോ. പെട്ടെന്ന് എന്തോ കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അതാണ് അത്രയും പാത്രമൊക്കെ അവിടെ ഇങ്ങനെ കിടന്നതും. അല്ലെങ്കിൽ ഞാൻ അന്നേരം കഴുകി അങ്ങ് മാറ്റുന്നതായിരുന്നു. എന്തോ മടിച്ചു ഇച്ചിരി നേരം ഇരിക്കാം എന്നും പറഞ്ഞ് പോയിരുന്ന് കൊച്ചിൻ്റെ കൂടെ ഇച്ചിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. എന്താ പറയുന്നത്, വസുവൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ഒറ്റയ്ക്കല്ലേ, അവൻ്റെ കൂടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. അവൻ്റെ കൂടെ നമ്മളല്ലേ ഉള്ളൂ, വർത്തമാനം പറഞ്ഞു കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ അങ്ങ് ഇരുന്നങ്ങ് സമയം പോവും. അപ്പോഴാണ് ഉച്ചയ്ക്കത്തെ കാര്യം ഓർക്കുന്നത്. അങ്ങനെ സമയം പോയ ഒരു ദിവസമാണ് ഇന്നെൻ്റെ. അപ്പം അങ്ങനെ തീരുമാനിച്ചതാണ് ഞാൻ ഇങ്ങനെ ചിക്കൻ കറി പെട്ടെന്ന് വെക്കാമല്ലോ എന്നോർത്ത്. അപ്പം നമ്മുടെ വാഴയ്ക്ക തോരൻ വെക്കാനായിട്ട് ഉള്ള തേങ്ങയൊക്കെ ഞാൻ തിരികെ എടുത്തു. ഇന്ന് മിക്സിയിലൊന്നും അടിക്കുന്നതൊന്നുമില്ല. മിക്സിയിലിട്ട് ഒരു കറക്കിയാൽ മതി. ഞാൻ ഓർത്ത് ഇതിൽ തന്നെ ഒന്ന് ചതച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മുടെ ജീരകവും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തു. നന്നായിട്ട് ചതച്ചൊതുക്കിയെടുത്തു. പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് നമ്മുടെ തോരൻ വെക്കാനായിട്ട് നമുക്ക് കടുക് വറക്കുമ്പം എണ്ണ ഒഴിച്ച് കടുക് വറക്കുമ്പോൾ അതിനകത്തിട്ട് മൂപ്പിക്കണമല്ലോ. ഞാൻ എങ്ങനെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. ഓരോ അല്ലാതെ ഇതാണെന്നൊന്നുമില്ല. തന്നെയാണ് നമ്മൾ ഈ പാചകമൊക്കെ പഠിച്ചത്. നമുക്കാരും പറഞ്ഞു തന്നൊന്നുമില്ല കേട്ടോ. അത് വേറൊരു സത്യം. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടും അങ്ങനെയൊക്കെ പഠിച്ചതാണ്. പക്ഷേ ഇപ്പം നന്നായിട്ട് വലിയ തരക്കേടില്ലാതെ വെക്കും എന്നാണ് എൻ്റെ ഒരിതെന്നല്ല, വീട്ടിൽ നിന്ന് എൻ്റെ അപ്പൂൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഭേദമുണ്ട്, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, ഇപ്പം നന്നായിട്ട് വെക്കുന്നുണ്ടെന്നൊക്കെ. അതിൽ കൂടുതൽ എന്ത് വേണമല്ലേ. വേറെ
വേറെ ആരും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഭർത്താവ് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു സന്തോഷം. അപ്പം അങ്ങനെ വലിയ തരക്കേടൊന്നും ഇല്ലാതെ വെക്കും എന്നാണ് എൻ്റെ ഒരിത്. പിന്നെ സംശയങ്ങൾ നമ്മൾ ആരോടും ചോദിക്കില്ല എന്നൊന്നും അല്ല കേട്ടോ, നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ ചോദിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലല്ലേ വെക്കുന്നത്, ഓരോ നാട്ടിലാണെങ്കിലും ഓരോ സ്റ്റൈലിലല്ലേ വെക്കുന്നത്. അങ്ങനെ കുക്കറൊക്കെ വിസിലടിച്ചു, നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഞാൻ കളയാനായിട്ട് ഓഫ് ചെയ്ത്, സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത്, ചിക്കൻ കറി അങ്ങനെ കുക്കറിൽ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അപ്പുറത്തോട്ട് ഞാൻ ചീനിച്ചട്ടിയൊക്കെ വെച്ച് കടുവൊക്കെ താളിച്ച് നമ്മുടെ കായൊക്കെ ഇട്ട് അരപ്പൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ വെച്ച് കേട്ടോ. അപ്പം വെള്ളം ഒഴിക്കാറില്ല ഞാൻ, കാരണം ആ ആവിയിലിരുന്ന് തന്നെ തോരനായിക്കോളും. പിന്നെ നമ്മൾ ആ ചതച്ച് ആ കല്ലിൽ കുറച്ച് വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്ത്, ആ അരപ്പ് വെറുതെ കളയേണ്ടത്, കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി തത്തിപ്പൊത്തി എന്താ വയ്ക്കുക, തത്തിപ്പൊത്തി അടച്ച് നമ്മുടെ ചെറു തീയിൽ കണ്ടോ. ഞാൻ ഒഴിച്ചില്ലായിരുന്നു വെള്ളം, ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഒരു സ്പൂൺ ആ ഇടിച്ച് ആ കല്ലിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് അതിനകത്തോട്ട് വെച്ചു. പിന്നെ നന്നായിട്ട് അടച്ച് വയ്ക്കുക ചെറു തീയിൽ. അവിടെ ഇരുന്ന് അത് വേവട്ടെ. അതിനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ആ ജോലി അങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിക്കും. അവിടെ എന്തെങ്കിലും എടുത്ത് എനിക്ക് പിന്നെ ഒരു ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടക്കും ഓരോ സാധനങ്ങൾ. ഉള്ളി പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി അവിടെ കിടക്കും, ഇവിടെയൊക്കെ ആയിട്ട് മാറി ഇങ്ങനെ കിടക്കും. അത് അന്നേരം അങ്ങ് തുടച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തോരനൊക്കെ കുറച്ച് നേരം വെച്ച് തോരനൊക്കെ സെറ്റായി കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ നോക്കി, അപ്പോൾ വലിയ കുഴപ്പമില്ല, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഏകദേശം ചോറുണ്ണാറായി കേട്ടോ. ഏകദേശം എന്ന് പറയാൻ 1.5 മണിയായി. ഇപ്പോൾ ചിക്കൻ കറി തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ അത്യാവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതൽ നല്ല ചാറുമുണ്ട്. പിന്നെ കളറില്ല എന്ന് വിചാരിച്ച് ടേസ്റ്റ് ഇല്ല അങ്ങനൊന്നും കരുതണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കുക്കറിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ മസാലയുടെ മണം ഒന്നും പുറത്തോട്ട് പോകത്തേയില്ല. എന്താ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ കുക്കറിൽ വെക്കുന്നതും നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴട്ടി അല്ലാതെ വെക്കുന്നതും രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല സ്മെല്ലായി കുക്കറിൽ ഇങ്ങനെ വെക്കുന്ന കറി. വിസിൽ വരുമ്പോഴേ ആ എയറിങ്ങനെ വരുമ്പോഴേ നല്ല മണമാണ് കേട്ടോ. അപ്പം ചിക്കൻ കറിയൊക്കെ റെഡിയായി, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് കടുക് താളിച്ചിട്ട് കൊടുക്കുവേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചു, അതിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു, കടുകൊക്കെ ഇട്ട്, പിന്നെ കറിവേപ്പില ഒക്കെ കുറച്ചിട്ട്, വേറെ ഒന്നും ഇടത്തില്ല കേട്ടോ, ഉള്ളിയോ സംഭവങ്ങളോ ഒന്നും ഇട്ടില്ല. കുറച്ച് കടുവും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കുക. താളിച്ച് അതിനകത്തോട്ട് വേണമെങ്കിൽ മാത്രം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു ഇതിനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ താളിച്ചിട്ട് കൊടുക്കും, ഇടയ്ക്ക് വയ്ക്കുമ്പം താളിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ താളിച്ചതങ്ങോട്ടിട്ട് നല്ല മണമൊക്കെയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോഴത്തേക്ക് ചോറിന് സമയമൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, വസുമോൻ കഴിക്കുന്നത് വേറെ ടൈമിലായിരിക്കും. അവനിപ്പം ദീപാവലിയുടെയൊക്കെ എക്സാമും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവൻ രാവിലെ കഴിക്കാനൊന്നും കൊണ്ടുപോകാറില്ല. അവൻ 10:45 വീട്ടിൽ വരും. അപ്പോൾ അന്നേരം അവൻ രാവിലത്തെ കാപ്പി കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഞങ്ങൾ ഉണ്ണാറാവുന്ന ആ സമയമാകുമ്പോൾ പുള്ളിക്ക് വിശക്കാറില്ല. അപ്പോൾ അമ്മ ഇപ്പോൾ വേണ്ടാന്ന് പറയാം. അങ്ങനെ മിക്ക ദിവസവും ഞങ്ങൾ രണ്ടും മാത്രമായിരിക്കും കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടും കുഞ്ഞവന് വാരിയും കൊടുത്തു, അങ്ങനെ ആയിരിക്കും കഴിക്കുന്നത്. പിന്നെ ഇന്ന് എല്ലാവർക്കും എടുത്തു കേട്ടോ. ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും കുറേശ്ശെ ചോറൊക്കെ വിളമ്പി, ചൂട് ചോറും ചിക്കൻ കറിയായിട്ടൊക്കെ. എൻ്റെ കറിവേപ്പില കാണുമ്പോൾ എനിക്ക് അന്നേരം ഞാനിത് ശ്രദ്ധിച്ചില്ല, വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേ. ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരും, കാരണം മൊത്തം നിലത്തിങ്ങനെ മുട്ടി വലിച്ച് വാരി വെച്ചിരിക്കുന്നത് പോലെ കറിവേപ്പില അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. വീഡിയോയിൽ കണ്ടപ്പോഴത് മനസ്സിലായത്. അപ്പോൾ തോരനും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുന്നത്, കുറച്ച് നേരത്തെ വീഡിയോ, കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ടൊരു ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് എടുത്തത്. അല്ലാതെ രാവിലെ തൊട്ടുള്ളതോ വൈകുന്നേരം വരെ ഉള്ളതോ ഒന്നും ഈ വീഡിയോയ്ക്കകത്തൊന്നും പ്രത്യേകിച്ചില്ല. പിന്നെ പെട്ടെന്നൊരു ഈസി ആയിട്ടൊരു ചിക്കൻ കറി വെക്കുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ആ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള കുറച്ച് നേരത്തെ ഒരു ഞങ്ങളുടെ വിശേഷങ്ങളാണ് കാണിച്ചത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കാണുക, ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. അതിനിപ്പോൾ നെഗറ്റീവാണേലും പോസിറ്റീവാണേലും
കമൻ്റ് ഇടാം. നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ടല്ലോ, നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ നമ്മളിപ്പം വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, നമുക്കതൊക്കെ പറയാവുന്നതേ ഉള്ളൂ. അതൊന്നും വലിയ മോശമായിട്ട് എടുക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോഴേ എനിക്ക് വീഡിയോ അങ്ങോട്ട് ഡെയിലി ഇടാനോ 2 ദിവസം കൂടുമ്പോൾ ഇടാനോ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.